തങ്കച്ചിയെ പോയി കാണുന്നില്ലേ? കാണണം. തങ്കച്ചി പറഞ്ഞത് ശരിയാണോന്ന് എനിക്കറിയില്ല. ശരിയാണെങ്കിൽ ഒരാളെയും വെറുതെ വിടരുതേട്ടത്തി. അവരെ അത്ര അങ്ങോട്ട് വിശ്വസിക്കണ്ട. സ്വന്തം കാര്യം കാണാൻ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു സ്ത്രീയാ തങ്കച്ചി. വേറെന്തെങ്കിലും കണക്കൂട്ടിൽ അവരുടെ മനസ്സിലുണ്ടോന്ന് നമുക്കറിയത്തില്ലല്ലോ. തങ്കച്ചിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായ മാത്രമേ ഇക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കേണ്ട ആവശ്യമുള്ളൂ. തങ്കച്ചി വിശ്വസിക്കാൻ പറ്റാത്ത ആള് തന്നെയാ. അതിൽ എനിക്കും ഒരെതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ ആരെ നമ്മളിപ്പോ വിശ്വസിക്കേണ്ടത്? ചുറ്റും രഹസ്യങ്ങളുടെ ഒരു കടലല്ലേ അച്ഛാ. അതില് മീനുകളെ പോലെ നീന്തുന്ന കുറെ മനുഷ്യർ. അതില് ആരാ ശരി ആരാ തെറ്റെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതറിയാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ തങ്കച്ചിയെ അവിശ്വസിക്കേണ്ടതുണ്ടോ? ഇല്ലെന്നാ എന്റെ ഒരു അഭിപ്രായം. എന്റെ അഭിപ്രായം അത് തന്നെയാ. തങ്കച്ചി ആരും ആയിക്കോട്ടെ, അവര് പറഞ്ഞ കാര്യത്തിനാ നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ടേ. മരണങ്ങളെ കുറിച്ചാ തങ്കച്ചി പറഞ്ഞത്, അത് മറക്കണ്ട. എല്ലാം എന്നെ മാത്രം ബാധിക്കുന്ന രഹസ്യങ്ങളല്ലേ അച്ഛ. എന്റെ അച്ഛൻ്റെ മരണമായാലും സുധേട്ടൻ്റെ മരണമായാലും അതെന്റെ മാത്രം നഷ്ടങ്ങളല്ലേ. ആ വേദനകളൊന്നും ഒരിക്കലും മാറില്ല. എന്നാലും ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും അവരങ്ങനെ ചെയ്തത് എന്തിനാണെന്നും കണ്ടുപിടിക്കാനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. നിയമത്തിന് മുന്നിൽ കൊലയാളിയെ എത്തിക്കുക, അതാ എന്റെ ലക്ഷ്യം. അതിന് തങ്കച്ചി തരുന്ന വിവരങ്ങള് ഗുണാവുന്ന തന്നെ എനിക്ക് തോന്നുന്നത്. അതിൽ സംശയിക്കണ്ട, അത് ഗുണം ചെയ്യും. എന്നാ നമുക്ക് തങ്കച്ചിയെ പോയി കാണാം. മോൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. തങ്കച്ചിയെ പോലൊരാളിനെ കാണാൻ പോകുമ്പോൾ ഒരകമ്പടി കൂടെയുള്ളത് നല്ലതാ. എന്നാ ഇനി ഒട്ടും വൈകിക്കണ്ട, ഇന്ന് തന്നെ കണ്ട അത്രയും നല്ലത്. രഹസ്യങ്ങളുടെ വാതില് ഞാൻ അറിയാതെ തുറക്കുക എന്റെ മുൻപില്. അതിൽ വാഴുന്നവരും വീഴുന്നവരും ഉണ്ടാവും. സ്വർണം ചെമ്പാവും, ചെമ്പ് സ്വർണവും ആവും. ഇനി എന്റെ ലക്ഷ്യം തെറ്റ് ചെയ്തവരെ കണ്ടുപിടിക്കാന്നത് മാത്രമായിരിക്കും.